എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കസിൻസും ഫാമിലീസും എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ടെമ്പോ ട്രാവലറിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് വാഗമണിലോട്ടാണ്. വാഗമണിലെ കാഴ്ചകളും പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് മെയിനായിട്ട് ഒരുപാട് നാളായി ഈ കസിൻസും ഫാമിലീസും ഒക്കെ ആയിട്ട് ഒരുമിച്ചൊരു യാത്ര ചെയ്തിട്ട്. അപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്തിട്ടുള്ള കസിനൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞ് അന്നത്തെ ആ ഒരു ദിവസം വൈകിട്ടാണ് എല്ലാവരും അടുത്തൊരു ട്രിപ്പിനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്കക്ഷീണവും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ സീറ്റ് കണ്ടതും എല്ലാവരും നല്ല ഉറക്കമായിട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടക്കം ആരംഭിക്കുന്നത് തന്നെ. നമ്മുടെ ഈ ഒരു യാത്രയിൽ പങ്കുചേരാനായിട്ട് ഒരു കുഞ്ഞു മോള് വരെയുണ്ട് കേട്ടോ. അപ്പോൾ അവളും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉറക്കക്ഷീണമെല്ലാം മാറി എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരൊന്നുമില്ല, ഒരു 10-14 പേരേ ഉള്ളൂ. അങ്ങനെ ആക്റ്റീവായിരിക്കുന്ന ആ ഒരു സമയത്ത് നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കുഞ്ഞു മോളേനെ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഇരുത്തിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് വളരെ ഉപകാരമാണ് കേട്ടോ. നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ തോളത്ത് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കാനായാലും യാത്രകൾ ചെയ്യാനായാലും ഈ ഒരു ബാഗ് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ബാഗ് ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കുഞ്ഞു മക്കളുള്ള ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എൻ്റെ 2 മക്കൾക്കും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മലയാറ്റൂർ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബാഗിൽ മോനൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. നമുക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ വാഗമണിൽ ഒരു ചെറിയൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാനാണ് പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4-4:30 സമയമായിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു. പിന്നെ ഉറക്കമൊക്കെ മാറി എല്ലാവരും ആക്റ്റീവായി കളികളിലൊക്കെ ഏർപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ യാത്രകൾ. ചേട്ടൻ എവിടേക്ക് യാത്ര വിളിച്ചാലും ഞാനൊരു മടി കൂടാണ്ട് പോകും. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഗമണിലെ റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു റിസോർട്ടാണ്. 26-ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും റിസോർട്ടുകളൊക്കെ ഫീൽഡാണ്. അപ്പോൾ ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ. പ്രൈവറ്റ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് 10-11 മണി 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇതാ നമ്മുടെ കുഞ്ഞു മോളെ സെക്ടറും കാര്യങ്ങളൊക്കെ ഇടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലൈമറ്റോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പൂളിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് പേരൊന്നും കയറിയിട്ടില്ല, എന്നാൽ കുറേ പേരൊക്കെ കയറിയിട്ടുണ്ട്. പൂളിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. നല്ല തണവുള്ള നേരമായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ ഓക്കെ ആവും. പൂളിൽ കുറേ നേരം നമുക്ക് കളിക്കാം. പിന്നെ പിള്ളേരേനെയൊക്കെ ആ ഒരു സംഭവത്തിലൊക്കെ നമ്മൾ കയറ്റി നിർത്തിയിട്ടുണ്ട്. പിള്ളേർക്ക് സെപ്പറേറ്റ് എന്താ പറയുക പൂളായിട്ട് ഇതിലില്ല. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു പൂളാണ്. വലിയവർക്കും ചെറിയവർക്കും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൂള്. അപ്പോൾ ഈ പൂളിൽ ഒരുപാട് നേരം എൻജോയ് ചെയ്തിട്ടുണ്ട്. മാമന്മാരും പേപ്പന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിലവരൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ സമയം എന്ന് പറയുന്നത് രാത്രി 12 മണി നേരമാണ്. നമുക്ക് നമ്മളുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറേ പേരൊന്നും ഇറങ്ങിയില്ല. കുറച്ച് പേരൊക്കെ നല്ലോണം ഇറങ്ങി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഡയലോഗുകൾ ഞാൻ വളരെയധികം അടിക്കുമെങ്കിലും എനിക്ക് കയറാനായിട്ടൊരു പേടി കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങി സെറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ വളരെ പതുക്കെയാണ് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊന്ന് പതുക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ കഴുത്തിൻ്റെ മേലോട്ട് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഈ പൂളിലും സംഭവത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇറങ്ങണ നേരത്തുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. കുറച്ച് കഴിഞ്ഞാൽ അതേപടി ഞാൻ വേഗം കയറുകയും ചെയ്തു, തണുത്ത് മരവിച്ചിട്ടേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും വരുമ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ സമയം പോയി. നേരം വെളുത്തിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളുടെ ഈ ഒരു റിസോർട്ടിൻ്റെ നേരെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുന്നുകളും മലകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. കണ്ടോ, നല്ല
അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണവുണ്ടായിരുന്നു. നമ്മൾ എഴുന്നേറ്റപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഉറങ്ങാനായിട്ട് ഒരു 1 മണി 1:30 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കുന്നുകളും മലകളാണ്. അത്യാവശ്യം നല്ല തണവുണ്ടായിരുന്നു. ഒരു 9 മണി വരെയൊക്കെ തന്നെ ആ തണവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഒരുപാട് യാത്രകളും ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കസിൻസൊക്കെയാണ് എൻ്റെ ഈ ഒരു ഫാമിലിയിലുള്ളത്. കൂടുതലും അമ്മ ഫാമിലി ആയിട്ടാണ് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പച്ചൻ്റെ ഫാമിലിയായിട്ടും നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. പക്ഷെ അവരൊക്കെ മുതിർന്ന അത്യാവശ്യം എന്താ പറയുക ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഏജുകൾ തമ്മിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിലുള്ള വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ അമ്മ ഫാമിലി ആയിട്ട് കൂടാൻ പറ്റുന്ന അവസരങ്ങളൊന്നും ഞാനങ്ങനെ പാഴാക്കാറില്ല. ഇത് നമ്മൾ റിസോർട്ടിൻ്റെ ഏറ്റവും മേലിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളിയല്ലേ ഈ ഒരു വ്യൂ കാണാനായിട്ട്. അങ്ങനെ റിസോർട്ടിൽ നിന്ന് നമ്മൾ ഒരു 10 മണി 10:30 ആയപ്പോൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഒരു ദിവസത്തെ ട്രിപ്പാണല്ലോ. പിന്നെന്താ പറയുക, നിങ്ങൾക്ക് കിട്ടുന്ന സമയം എവിടേക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ ആ സമയമൊക്കെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് പോകാം കേട്ടോ. നമ്മൾ എല്ലാം വയസ്സായിട്ട് പോവാം, എല്ലാം നമ്മളുടെ ലൈഫ് ഫുള്ള് സെറ്റാക്കിയിട്ട് നമുക്ക് യാത്രകളൊക്കെ ആരംഭിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് പരമായിട്ടും ശാരീരികപരമായിട്ടും മറ്റും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകാൻ റെഡിയാണോ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ ബാഗെടുത്ത് ഇറങ്ങിയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ കിട്ടുന്ന സമയങ്ങൾ ആരും തന്നെ ഇതേപോലെ യാത്ര ചെയ്യാൻ കിട്ടും. അത് പോയ സ്ഥലമായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കാം, എന്തായിക്കോട്ടെ. പോവാണോ പോയി എൻജോയ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് തിരിച്ചു വരിക. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടേത് ചിലപ്പോൾ ഇതേപോലെ ആവണമെന്നില്ല. ചിലർക്ക് സാമ്പത്തികപരമായിട്ട് പോകാനായിട്ട് ആഗ്രഹം എന്താ പറയുക സാധിക്കത്തുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു കടലിലോട്ട്, ഒരു വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടലിലോട്ട് പോവുകയാണെങ്കിലും നമ്മൾ പോവുക, എൻജോയ് ചെയ്യുക. അവിടെ പോയി നിന്ന് കുറച്ച് നേരം ആ ഒരു കാറ്റും കടലും തിരമാലകളൊക്കെ പോകണ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവും. അങ്ങനെ നമ്മളുടെ ടൂറിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മൾ നേരെ മെഡോസിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു, ഉള്ളിലോട്ട് കയറിനേക്കാൻ മുന്നായിട്ട് നമ്മൾ ഒരു 3 പട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പട്ടം വാങ്ങി പറപ്പിക്കലായിരുന്നു മെയിൻ പണി. ഇവിടെ നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റാണ് കേട്ടോ. ആ ഒരു കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വിയർപ്പ് ഫീൽ ചെയ്യണില്ല. വിയർപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുഴുക്കുണ്ടല്ലോ അത് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ചുട്ട വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റുമായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു, അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല തണവോട് കൂടിയിട്ടുള്ള കാറ്റാണ്. അപ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് സമയം നമ്മൾ ആ ഒരു പട്ടം പറത്തി എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പട്ടം പറത്തുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ പറത്താനായിട്ട് പറ്റി. എല്ലാവരും ആ ഒരു പട്ടത്തിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. പിന്നെ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് പൊങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പട്ടം. പിന്നെ അവിടെ നിന്നും നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അവിടെ ചെന്ന് അത്യാവശ്യം ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് കാലാവസ്ഥയ്ക്ക് വലിയ പ്രോബ്ലം ഇല്ല, നല്ല അത്യാവശ്യം നല്ല തണവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയറ്റാണ്. ആ കയറ്റത്തിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിറങ്ങാൻ വേണം, ഇല്ലെങ്കിൽ നിരങ്ങി അങ്ങോട്ട് പോവും. ഭയങ്കര ഒരസൽ കൂടുതലാണ്, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഏരിയയിലേക്ക് പോയി. അവിടെ നമ്മൾ ഇതേപോലെ പിള്ളേർക്ക് പറ്റിയിട്ടുള്ള 2-3 ഐറ്റംസിനൊക്കെ അവരെ പിടിച്ച് കയറ്റി അവരതിൽ കുറേ സമയം ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ ഫാമിലീസായിട്ട് പോകാൻ പറ്റുന്ന എല്ലാവരും കൂടി ഒന്നിച്ച് കയറാൻ പറ്റുന്ന ഒരു മാജിക് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അതിലോട്ടും കയറിയിട്ടുണ്ട്. ഒരു 3D ഫിലിമൊക്കെ ചെയ്യുന്നൊരു ഷോയാണ്. അതിലോട്ടും അങ്ങനെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് കേട്ടോ. നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 3 മണി 4 മണി ആയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് ഒരു 6 മണിയോട് കൂടി നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ യാത്ര അവസാനിച്ചു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു യാത്ര വീണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. നമുക്കേ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കുന്ന ഒരു പാട്ട് കേട്ടാലോ? ഇതുപോലെ എല്ലാ സോങ്ങും മിക്സ് ചെയ്തിട്ട് നമുക്കും അല്ലെങ്കിൽ നമ്മളും നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ഒരു പാട്ട് പാടിയിട്ടുണ്ടാവും ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ ഹേസൂട്ടി വാശി പിടിക്കുന്ന സമയത്ത് കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് പാട്ട് പാടിക്കെടുക്കുന്ന ആ ഒരു കുഞ്ഞമ്മാമേനെ ഒന്ന് കാണിച്ചാലോ? ഇതാണ് നമ്മളുടെ മേമ. അടിപൊളിയായിട്ട് പാട്ട് പാടി കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞി മോൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുഞ്ഞി ഫാമിലി ട്രിപ്പ് വ്ളോഗിലുള്ള കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ. അപ്പോൾ അടുത്ത സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.